4.5 ഏക്കറോളം വിസ്തൃതിയുള്ള അന്തിക്കാട്ട് കുളം മലിനവും ദുർഗന്ധപൂരിതവുമായതോടെ കുളം വറ്റിക്കൽ ആരംഭിച്ചു. 20 HP-യുടെ 3 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. 7 ദിവസം രാവും പകലും പമ്പ് ചെയ്താൽ ഈ കുളം വറ്റിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇങ്ങനെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു എന്നും മലിനജലം കെട്ടിക്കിടക്കുന്നു എന്നും അറിഞ്ഞ ഉടനെ തന്നെ ദേവസ്വം ബോർഡിൽ ഇടപെടാണ്. കുളത്തിലെ വെള്ളം പമ്പ് ചെയ്ത് ശുചീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം നടന്നു വരികയാണ്. കുളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് പഞ്ചായത്ത്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ആളുകൾക്ക്, ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഉപയോഗിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡും അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും സ്ഥലം MLA-യും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗീതാ ഗോപി MLA, ദേവസ്വം പ്രസിഡന്റ് K. രവീന്ദ്രൻ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു എന്നിവർ ശുചീകരണ പ്രവൃത്തികൾ വിലയിരുത്തി. കുളം ശുചീകരിച്ചതിന് ശേഷം വീണ്ടും മലിനമാകാതിരിക്കുന്നതിനുള്ള നടപടികളുമായി MLA-യും ദേവസ്വം ബോർഡും അന്തിക്കാട് പഞ്ചായത്തും സംയുക്തമായി നടപടികൾ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. തൽക്കാലം മാലിന്യം നിറഞ്ഞ ആ വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ കാനയിലേക്ക് തുറന്നു വിടുന്നതോടൊപ്പം തന്നെ ചത്തുപൊന്തിയ മീനുകളെ മൊത്തം മാറ്റിക്കൊണ്ട് മറ്റു നടപടികൾ അധികാരത്തിലാക്കിയൊക്കെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിൽ പ്രസിഡന്റ്. കുളം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് പ്രാഥമികമായി 2 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ളതെന്നും ഇനിയും തുക ആവശ്യമായി വന്നാൽ അത് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ പറഞ്ഞു. 4 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ കുളം നൂറുകണക്കിന് ആളുകളുടെ നിത്യ ഉപയോഗത്തിന് ഉപയോഗിച്ചു വരുന്നതാണ്. ദേവസ്വം പ്രസിഡന്റും ഭരണസമിതിയുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ജലം മാറ്റുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. കൂടുതൽ മാലിന്യങ്ങൾ കുളത്തിൽ വീഴാതിരിക്കാനുള്ള നടപടികൾക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കും. അന്തിക്കാട് കുളത്തിന്റെ ശോചനീയ സ്ഥിതിയെക്കുറിച്ച് TCV വാർത്ത നൽകിയിരുന്നു. TCV തൃശൂർ.